ഇസ്രായേലിൽ ഹൂത്തികളുടെ മിസൈൽ ആക്രമണം. തന്ത്രപ്രധാനമായ ടെല്ലവീവിലെ ബെൻഗുറിയൻ ഇന്റർനാഷണൽ വിമാനത്താവളം ലക്ഷ്യമാക്കി ഹൂത്തികൾ അയച്ച ബാലിസ്റ്റിക് മിസൈൽ എയർപോർട്ടിന് സമീപം പതിച്ചു. മിസൈൽ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റതായാണ് പ്രാഥമിക റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം മുതൽ നിരവധി ആക്രമണ ശ്രമങ്ങളാണ് യമനിൽ നിന്നും ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിന് നേരെ ഉണ്ടായത്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം പല ആക്രമണ ശ്രമങ്ങളും തടഞ്ഞു. ഇന്ന് ഹൂത്തികൾ വിക്ഷേപിച്ച ദീർഘദൂര മിസൈൽ ഇസ്രായേലിലെ ഏറ്റവും പ്രധാന എയർപോർട്ടായ ടെല്ലവീവിലെ ബെൻഗുറിയൻ ഇന്റർനാഷണൽ വിമാനത്താവളത്തിന്റെ പരിസരത്താണ് പതിച്ചത്. ഉഗ്ര ശബ്ദത്തോടുകൂടിയായിരുന്നു സ്ഫോടനമെന്ന റിപ്പോർട്ട്. വിമാനത്താവളത്തിലെ ടെർമിനൽ 3ലേക്കുള്ള പ്രവേശന പാതയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുണ്ട്. താഴെ പതിച്ചത് മിസൈലാണോ അതോ ഇസ്രായേൽ പ്രതിരോധ സംവിധാനത്തിൽ തട്ടിത്തകർന്ന ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈൽ അവശിഷ്ടമാണോ എന്ന പരിശോധനകൾ നടക്കുകയാണെന്ന് പ്രതിരോധ സേനാ വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ വിമാനത്താവളത്തിനകത്ത് ഒരു കേടുപാടും സംഭവിച്ചതായി റിപ്പോർട്ടില്ല. വിമാനത്താവള പ്രവർത്തനങ്ങൾ എയർപോർട്ട് അതോറിറ്റി താൽക്കാലികമായി നിർത്തിവച്ചിരുന്നെങ്കിലും ആദ്യ പ്രഖ്യാപനത്തിന് 1 മണിക്കൂറിന് ശേഷം വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലായി. എയർപോർട്ടിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരും സേനാംഗങ്ങളും പ്രദേശം വളഞ്ഞ് അന്വേഷണം നടത്തുകയാണ്. സ്ഫോടനത്തിൽ നിസ്സാരമായി പരിക്കേറ്റ 50 വയസ്സുള്ള ഒരു പുരുഷനും 54 വയസ്സുള്ള ഒരു സ്ത്രീക്കും ഷെൽട്ടറിലേക്കുള്ള വഴിയിൽ പരിക്കേറ്റ 32 വയസ്സുള്ള യുവതിക്കും വൈദ്യചികിത്സ നൽകിയതായി ഇസ്രായേലിലെ അടിയന്തര സേവന യൂണിറ്റായ മഗൻ ഡേവിഡ് അദോം വ്യക്തമാക്കി. യമനിൽ നിന്നുള്ള ഹൂത്തി ആക്രമണത്തെക്കുറിച്ചുള്ള ഗവൺമെന്റിന്റെയും സൈന്യത്തിന്റെയും മറുപടി തുടർന്നുള്ള മണിക്കൂറിൽ പുറത്തുവരുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.